ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രത്യേകത, അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പതിനായിരങ്ങളുടെ വോട്ടുകൾ അധികം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുതന്നെയാണ് അവരുടെ പ്ലസ് പോയിൻറ്റും പലപ്പോഴും അവർക്ക് മൈനസ് പോയിൻ്റായിട്ടും വരുന്നത് ഇതുതന്നെയാണ്. കാരണം വിതിൻ ദ ഹൗസ് എന്നതിന് ഉപരി പുറമേയും അവർക്ക് പല പാരകൾ സംഭവിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു താമര തിരുവനന്തപുരം കേരള അസംബ്ലിയിൽ വിരിഞ്ഞാൽ 10 താമര വിരിയുന്നതിന് തുല്യമാണെന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കാക്കൽ. അത് പാർട്ടിക്കകത്തും പുറത്തും അത് തന്നെയാണുള്ളത്. അതവർ അവരുടെ പ്രകടനം കൊണ്ട് എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും 9 തവണയും 10 തവണയാണ് അവരിപ്പോൾ മത്സരിക്കുന്നത്. അതിൽ 9 തവണയും അവർ പൂർണ്ണമായും മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാലക്കാടാണെങ്കിൽ 22,000 2016 അവർ മത്സരിക്കുമ്പോൾ 22,000 മാത്രമായിരുന്ന വോട്ട് അവർ 40,076 ഉയർത്തി. 18,000-ലധികം വോട്ട് ഉയർത്തി. അത് കഴിഞ്ഞ് 2021 മെട്രോൺ മാനിനെ പോലുള്ള ഒരു വ്യക്തിത്വം വന്നിട്ട് പോലും 10,000 വോട്ട് കൂടെ മാത്രമേ അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞുള്ളൂ. 50,000 ആക്കി. അപ്പോഴദ്ദേഹം 3,900 പരം വോട്ടിന് പരാജയപ്പെടുകയാണ് ഷാഫി പറമ്പിലിനോട് ചെയ്തത്. ഇത്തവണ പക്ഷേ 60,000-നടുത്ത് വോട്ടുകൾ വേണ്ടിവരും. കാരണം 1,74,000 അവിടുത്തെ ആകെ വോട്ടർമാർ. ഒരു 1,40,000-നും 1,50,000-നും നമുക്ക് വിചാരിക്കാം പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് കരുതാം. അങ്ങനെ വരുമ്പോഴും ഒരു 60,000-നടുത്ത് വോട്ടുകൾ വേണം. ഒരു 55,000-നും 60,000-നും ഇടയ്ക്ക് വോട്ട്. അതായത്